പ്രിയപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയ സുഹൃത്തുക്കളെ, ഇന്നും നാളെയുമായി നടക്കുന്ന സംഗീത ശില്പശാല ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എന്നെ സുഹൃത്തും കഥാകൃത്തും ആയിട്ടുള്ള സലീം വിളിച്ച സന്ദർഭത്തിൽ ഞാൻ അദ്ദേഹത്തോട് ഇതിനൊട്ടും അനുയോജ്യനല്ലാത്ത ഒരു വ്യക്തിയാണെന്ന് ആവർത്തിച്ച് പറയുകയുണ്ടായി. ഞാൻ പെട്ടെന്ന് ഓർത്ത ഒരു സംഭവം, ഈ കോവിഡ് മഹാമാരിക്കാലത്ത് അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ എന്താണ് ആധികാരികത എന്ന് പലരും എഴുതി വെച്ചിരുന്നു. സ്വാഭാവികമാണ്, അങ്ങനെ ചോദിക്കാം. കാരണം നമ്മൾ ചില മണ്ഡലങ്ങളിൽ നമുക്ക് സംസാരിക്കാനുള്ള ജ്ഞാനസമ്പത്ത് നമ്മുടെ കൈവശമില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ജ്ഞാനെന്നുള്ളതും ഒരു സമ്പത്താണ്, ഒരു അധികാരമാണ്. അപ്പോൾ ആ അധികാരത്തിൻ്റെ പിൻബലമുള്ള ആളുകൾ വേണം അത് ചെയ്യാൻ എന്നതാണ് ആ സന്ദേശം. പക്ഷെ ഞാൻ അപ്പോഴും ആലോചിച്ചത്, ആദ്യം നമ്മുടെ കോഴിക്കോട്ട് സൂപ്പിക്കടയിൽ നിപ്പ വന്ന സമയത്ത് ഞാൻ ഈ മിംസ് ആശുപത്രിയിൽ ഏതോ സുഹൃത്തിനെയോ ബന്ധുവിനെയോ കാണാൻ വേണ്ടി പോവുകയാണ്. കയറി പോകുമ്പം തന്നെ അവിടുത്തെ ഒരു ഡോക്ടർ ഇറങ്ങി വരികയാണ്. MD ഡോക്ടറാണ്. അവിടുത്തെയും തൊട്ടടുത്ത ഇക്ര ഹോസ്പിറ്റലിലൊക്കെ ഡയറക്ടർമാരിലുള്ള ഒരാളാണ്. അപ്പം സ്വാഭാവികമായിട്ട് വിഷ് ചെയ്തു. അപ്പം ഞാൻ നിപ്പയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾക്കൊക്കെ എന്താണോ അറിയുന്നത് അതുമാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ എന്ന് പറഞ്ഞാൽ അതുവരെ ഇതൊരു പഠന വിഷയമല്ല. കാരണം നിപ്പ എന്നുള്ളൊരു പുതിയ പ്രതിഭാസം കോഴിക്കോട്ട് ഉടലെടുത്തതിന് ശേഷമാണ് കേരളത്തിലെ ഡോക്ടർമാർ അങ്ങനത്തെ ഒരു വിഷയം കേൾക്കുന്നത്, പഠിക്കുന്നത്, ചിന്തിക്കുന്നത്, അന്വേഷിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് വാസ്തവത്തിൽ കോവിഡ് എന്നുള്ളത് പുതിയൊരു രോഗമാണ്. അപ്പോൾ എൻ്റയർലി ന്യൂ. അപ്പോൾ ആ അർത്ഥത്തിൽ അപ്പോൾ അവിടെ നമ്മുടെ ആധികാരികത ചോദ്യം ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. അത് വേറൊരു കാര്യം. ഞാൻ സൂചിപ്പിച്ചത് തീർച്ചയായും സംഗീതത്തെക്കുറിച്ച് പറയാൻ ആ അർത്ഥത്തിൽ ഞാൻ ആളല്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സലീം എന്നോട് പറഞ്ഞു, ഇത് പ്രതിരോധമാണ്, പ്രതിരോധത്തിൻ്റെ സംഗീതമാണ് എന്നോ പറഞ്ഞ്. ഈ പ്രതിരോധത്തിനുള്ള ശേഷിയും എനിക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ പൊതുവേ എങ്കിലും ഇതുപോലൊരു വേദി ഷമീമിനെ പോലെ സംഗീതം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രാവീണ്യമുള്ളയും പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ തീർച്ചയായും ഈ ഒരു സന്ദർഭത്തിൽ ഇതിൻ്റെ ഭാഗമായി ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിലുള്ള സന്തോഷം ആദ്യമായി അറിയിക്കുകയാണ്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ നഞ്ചിയമ്മയുടെ ഒരു അഭിമുഖം ഞാൻ മുമ്പ് വായിച്ചിരുന്നു. അതിൽ നഞ്ചിയമ്മ പറയുന്നുണ്ട്, കാട്ടിലെ 9 മരങ്ങൾക്ക് 9 സംഗീതമാണ്. അപ്പോൾ കാട്ടിലെ 9 മരങ്ങൾക്ക് 9 സംഗീതമാണെന്ന് നഞ്ചിയമ്മക്കല്ലാതെ നമുക്കറിയില്ല. അപ്പോൾ കാട്ടിലെ ഓരോ മരവും അമ്മയോട് എന്താണോ സംവദിക്കുന്നത് അത് നിങ്ങളോടോ എന്നോടോ സംവദിക്കണമെന്നില്ല. ഇപ്പം നഞ്ചിയമ്മ എന്ന ഒരു പ്രതിഭാസം കേരളത്തിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയത്തിലേക്ക് ഉണ്ടായിത്തീരുന്നത് തന്നെ ഇന്ന് കേരളം നേടിയെടുത്തിട്ടുള്ള, ഇന്ത്യ നേടിയെടുത്തിട്ടുള്ള, ലോകം നേടിയെടുത്തിട്ടുള്ള അറിവിൻ്റെ മണ്ഡലത്തിലുള്ള പുതിയ ഒരു തിരിച്ചറിവിൻ്റെ കൂടി ഭാഗമാണ്. അല്ലെങ്കിൽ നഞ്ചിയമ്മക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല. നഞ്ചിയമ്മ ഇത് പറഞ്ഞാൽ ആരും അത് അച്ചടിക്കില്ല. അച്ചടിച്ചാൽ തന്നെ അത് ആരും കേൾക്കില്ല. കേട്ടാൽ തന്നെ എന്നെപ്പോലുള്ള ആളുകളൊന്നും അത് ഉദ്ധരിക്കാനും തയ്യാറാവില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നമ്മൾ വിചാരിക്കുന്ന പോലെ സംഗീതത്തിന്, പ്രത്യേകിച്ച് ഈ പ്രതിരോധ സംഗീതത്തിന് നിയതമായ ഒരു ഭാഷ ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. നിയതമായ ഒരു ഭാഷ, കൃത്യമായിട്ടുള്ള നമ്മൾ ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ്
എൻ്റെ ഭാഷയിൽ ഒരിക്കലും തന്നെ സംഗീതം ഉണ്ടാവുന്നില്ല. അതേസമയത്ത് സംഗീതത്തിന് നിയതമായ ഒരു ഭാഷ ഉണ്ട് എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ തന്നെ ആ ഭാഷ എപ്പോഴൊക്കെയാണോ മറികടക്കുന്നത്, എപ്പോഴൊക്കെയാണോ ഉല്ലംഘിക്കപ്പെടുന്നത്, അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പ്രതിരോധത്തിൻ്റെ സംഗീതം ഉണ്ടാവുന്നത്. അപ്പോൾ പ്രതിരോധത്തിൻ്റെ സംഗീതം എന്നുള്ളത് ഒരിക്കലും ഒരു നിയതമായ വഴിയിലൂടെ സഞ്ചരിച്ച് അതിനനുസൃതമായി പ്രവർത്തിക്കുന്ന, അതിനനുസൃതമായി ചിട്ടപ്പെടുത്തുന്ന ഒരു ആഖ്യാനമല്ല. മറിച്ച് പ്രതിരോധം എന്നുള്ളത് സന്ദർഭങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന, അപ്പോൾ സന്ദർഭങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന സംഗീതത്തിന് തീർച്ചയായും ആ സന്ദർഭം ഉണ്ടാക്കുന്ന അതിൻ്റെ രൂപമായിരിക്കും കൈവരിക. അത് നമ്മൾ ചരിത്രത്തിലുടനീളം ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ആ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ ചരിത്രത്തിലുടനീളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രതിരോധത്തിൻ്റെ എല്ലാ സംഗീത ചരിത്രവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് ആ ആഖ്യാനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ആ സന്ദർഭം ഉൽപ്പാദിപ്പിച്ച രൂപവും ഭാവവും ആയിരിക്കും ഉണ്ടാവുക, രാഗവും താളവുമായിരിക്കും ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ സ്വാഭാവികമായിട്ട് ഇന്ത്യൻ സംഗീതത്തെക്കുറിച്ച് പറയുമ്പോൾ മെറ്റിയർ, ഈ സൗത്ത് ഇന്ത്യയുടെ തിരുവിതാംകൂറിൻ്റെ ചരിത്രം ആദ്യകാലത്ത് എഴുതിയിട്ടുള്ള സാമുവൽ മെറ്റിയർ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ സംഗീതം കേട്ട് മഹാബോറടി, സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും സത്യസന്ധമായ ഒരു പ്രതികരണമാണ്. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉള്ള ഈ സംഗീതം എന്നുള്ളത് അയാൾക്ക് കേൾക്കാൻ പറ്റുന്നതല്ല, അയാൾക്ക് ബോധ്യപ്പെടാൻ പറ്റുന്നതല്ല, അയാൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നതല്ല. അത് അയാളുടെ ഒരു കുറ്റമൊന്നുമല്ല, അയാളുടെ സത്യസന്ധത കൊണ്ട് അത് അയാൾ എഴുതി വെച്ചു എന്നുള്ളതാണ്. ഇപ്പോഴും ലഭ്യമായിട്ടുള്ള പുസ്തകമാണ്. ആ പുസ്തകത്തിൽ നമ്മൾ ഒരു നിശ്ചിത ഭാഗത്ത് കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ആ ഭാഗം അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ അതിൻ്റെ ചുരുക്കം ഇതാണ്: യൂറോപ്പിൽ നിന്ന് വന്ന സാമുവൽ മെറ്റിയറെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ കേൾക്കുന്ന സംഗീതമൊന്നും അയാളെ സംബന്ധിച്ചിടത്തോളം മഹാബോറായാണ് അനുഭവപ്പെടുന്നത്, ഒട്ടും സ്വീകാര്യമല്ല എന്നുള്ളതാണ്. അപ്പം സംഗീതത്തിൻ്റെ ആസ്വാദനം എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാവരും യൂണിവേഴ്സലായിട്ട് സാർവത്രികമായിട്ട് കാലാതിവർത്തിത്വം കൈവരിച്ചിട്ടുള്ള ഒരു പ്രതിഭാസം എന്ന നിലയിൽ നിലനിൽക്കുമെന്ന് നമ്മൾ ആവർത്തിച്ച് പറയാറുണ്ട്. പക്ഷേ അത് വസ്തുതാപരമല്ല എന്ന ഒരു ബോധ്യത്തിലാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. കാരണം അങ്ങനെ ഒരു കാലാതിവർത്തിത്വമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു യൂണിവേഴ്സലായിട്ടുള്ള ഒരു സാർവത്രികമായിട്ടുള്ള ഒരു ആസ്വാദനമോ ഇതിനൊന്നും തന്നെ ഉണ്ടാവണമെന്നില്ല. അത് സാമുവൽ മെറ്റിയറുടെ ഒരു കുഴപ്പമല്ല, ഇവിടുത്തെ സംഗീതത്തിൻ്റെ ഒരു കുഴപ്പമല്ല. മറിച്ച് സംഗീതം എന്നുള്ളത് ആളുകൾ, സ്ഥലം, ദേശം, സമുദായം, ഭാഷ, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണ്. അതുകൊണ്ടാണല്ലോ ഈ കുബേരൻ നമ്പൂതിരിപ്പാട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ, ഇല്ലത്തേക്ക് കയറി വരുമ്പോൾ നല്ലൊരു പാട്ട് കേൾക്കുക. അപ്പോൾ നല്ലൊരു പാട്ട്, മലയാളത്തിലുള്ള നല്ലൊരു പാട്ട്, ആ കാലത്തുള്ളൊരു പാട്ട് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കുബേരൻ നമ്പൂതിരിപ്പാടിന് സന്തോഷം തോന്നി. അപ്പോൾ ഉടനെ കാര്യസ്ഥനോട് പറയാണ്, പോയിട്ട് ആ പാട്ട് പാടിയ ആളെ കൂട്ടിക്കൊണ്ടുവാ. പണ്ട് ഈജിപ്തിലെ രാജാവ് എഴുത്ത് കണ്ടുപിടിച്ച ആളെ ആദരിക്കാൻ കൊണ്ടുപോയിട്ട് അവസാനം ശിക്ഷിച്ചതുപോലെ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. കാരണം കാര്യസ്ഥൻ പോയി ചെന്ന് നോക്കുമ്പോൾ പാട്ട് പാടുന്നത് മരത്തനാണ്. അപ്പോൾ മരത്തൻ എന്നുള്ള അസ്പൃശ്യനായിട്ടുള്ള സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടിട്ടുള്ള മരത്തൻ പാടിയ പാട്ടാകുമ്പോഴേക്ക് അതിൻ്റെ സൗന്ദര്യം മുഴുവൻ അവിടെ ചോർന്നു പോവുകയാണ്. നേരത്തെ മരത്തനാണ് ഇത് പാടുന്നത് എന്ന് മനസ്സിലായിരുന്നെങ്കിൽ നമ്പൂതിരിപ്പാടിന് അത് ആ രീതിയിൽ ഹൃദയസ്പർശിയായി തോന്നുകയില്ല. അപ്പോൾ വാസ്തവത്തിൽ ഈ പാടുന്ന ആൾ ആരാണ് എന്ന് മനസ്സിലാവുന്നതോടുകൂടി അയാൾ നേരത്തെ ആസ്വദിച്ച് പോലും അദ്ദേഹം പൂർവ്വകാല പ്രാബല്യത്തോടെ റദ്ദ് ചെയ്യാണ് അവിടെ. കാരണം ഈ മരത്തൻ എന്ത് അവകാശം ഇത് പാടാൻ എന്നുള്ളതാണ്. അയാൾ ആരാണ് പാടാൻ ഉത്തരവാദപ്പെടുത്തിയത്? അപ്പോൾ അയാൾ ഓടിപ്പോയി. പിന്നീട് കഥ എല്ലാം ഇവിടെ വിഷയം എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത്, പാടുന്നത് ആരാണ് എന്നുള്ളത്, പാടുന്ന എവിടെയാണ് എന്നുള്ളത്, ഏത് ഭാഷയിലാണ് എന്നുള്ളത്
പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ കൂടിച്ചേർന്നാണ് നമ്മളുടെ ആസ്വാദനമായാലും ശരി, നമ്മളുടെ ഈ പാട്ടുകളോ അല്ലെങ്കിൽ കവിതകളോ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള സംഗീതങ്ങളോ ഒക്കെ തന്നെ യഥാർത്ഥത്തിൽ അതിൻ്റെ ദൗത്യം നിർവഹിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മറ്റത് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഈ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അനുഭവം പെട്ടെന്ന് ഇവിടെ ഇപ്പോൾ നിൽക്കുമ്പോൾ ഓർമ്മ വന്നാണ്, പറയാൻ ഉദ്ദേശിച്ചല്ല, എന്നാലും അതുകൂടി പറയാൻ തോന്നുകയാണ്. ഞാൻ തിരുവനന്തപുരത്ത് ഒരു 10-15 വർഷം മുമ്പ് ഒരു സർക്കാർ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ദളിത് ക്യാമ്പ്, അതായത് ദളിത് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ കൂടി വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പിൽ ദളിത് സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വിളിച്ചു. അങ്ങനെ ഞാനവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു ക്ലാസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വാസ്തവത്തിൽ ആ സമയത്ത് ഞാനായിരുന്നു ക്ലാസ് എടുക്കേണ്ടത്, ഞാൻ വൈകിയാണ് എത്തിയത്. അപ്പോൾ അത് കഴിഞ്ഞ് പെട്ടെന്ന് പിന്നീട് ഞാനാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ സംസാരിച്ചത്, അദ്ദേഹം സംസാരിച്ച സംഗീതത്തെക്കുറിച്ചാണ്. അത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ ദളിത് സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ ചാടി എഴുന്നേറ്റു. ഞാൻ എൻ്റെ ഒരു ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ കൊടുത്തിട്ടുണ്ട്, അത് വരും, അതിൽ ആ സംഭവം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ പ്രസംഗിച്ച ആൾ, എനിക്ക് മുമ്പ് പ്രസംഗിച്ച ആൾ, ഓഡിയൻസിൽ കുട്ടികളാണ്, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ്, അവരൊക്കെ തന്നെ സാഗൂതം കേട്ടു. പിന്നീട് ചർച്ചയുടെ സമയമാണ്. പക്ഷേ ഇയാൾ ചാടി എഴുന്നേറ്റ് മൈക്കിനെടുത്ത് വന്നു, ഒരു 10-15 മിനിറ്റ് പ്രസംഗിച്ചു. ആ പ്രസംഗിച്ചു എന്ന് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞതിനൊക്കെ എതിരായി പ്രസംഗിക്കുക മാത്രമല്ല, അയാൾ ചോദിച്ചു, ഞാൻ നിങ്ങളോട് ഇത്രയും സമയം സംസാരിച്ചല്ലോ, 1 മണിക്കൂർ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാനൊരു ബ്രാഹ്മണനാണെന്ന് തോന്നിയോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, തോന്നി സാർ എന്ന് പറഞ്ഞു. ശരിക്കുണ്ടായ സംഭവം ഇത്, കഥയല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ആത്മകഥാ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഈ സംഭവം. കാരണം ഇതൊരു ഈ അനുഭവം ചെറിയ ചില അനുഭവങ്ങളാണെങ്കിലും അതിന് വലിയ ഡയമെൻഷൻസ് ഉണ്ട്. അപ്പോൾ ആ കുട്ടിക്കത് തോന്നി. അദ്ദേഹം സംഗീതത്തെക്കുറിച്ചാണ് ക്ലാസ് എടുത്തത്. പക്ഷേ അവിടെ ഇരിക്കുന്ന കുട്ടികളിൽ പിന്നീട് പലർക്കും തോന്നിയെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്നോട് ഇദ്ദേഹത്തിന് മറുപടി പറയാൻ അനുവദിക്കാത്തൊരവസ്ഥ ഉണ്ടായി അതിൻ്റെ ക്യാമ്പ് ഡയറക്ടർ. അപ്പോൾ അപ്പം ഞാൻ കുതറി, ഞാനിവിടെ വന്നെങ്കിൽ സംസാരിച്ചേ പോകുള്ളൂ, ഞാൻ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ കുട്ടികൾ മുഴുവൻ സാറ് സംസാരിക്കണം, മറുപടി പറയണം, ഞങ്ങൾക്ക് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് വളരെ ആവേശകരമായ ഒരു അനുഭവമായി. ഞാൻ സൂചിപ്പിക്കുന്നത്, പറയുന്നത് ആര്, പാടുന്നത് ആര്, കേൾക്കുന്നത് ആര്, ഏത് സമൂഹം, ഏത് ഭാഷ, ഇതൊക്കെ തന്നെ സംഗീതമായാലും ശരി, കലയായാലും ശരി, സാഹിത്യമായാലും ശരി, ഈ മണ്ഡലത്തിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു പല ഘടകങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. നമ്മളിപ്പോൾ എവിടെയോ എഴുതിയ ഒരു കഥ വായിക്കുമ്പോൾ നമ്മളെ സ്പർശിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവിടെയും ഇവിടെയും തമ്മിൽ ചില പൊരുത്തങ്ങളുള്ളത് കൊണ്ടാണ്. അത് പൊരുത്തമില്ല എങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കുകയില്ല, അല്ലെങ്കിൽ നമ്മൾ അവിടെ അത് വിനിമയം ചെയ്യണമെന്നില്ല. അപ്പോൾ ഈ ഒരു പൊരുത്തം എന്നുള്ളത് വാസ്തവത്തിൽ പ്രതിരോധത്തെ സംബന്ധിച്ചാവുമ്പോൾ നമ്മൾ ഏത് പ്രതിരോധം, എന്തിന് പ്രതിരോധം, ആരോട് പ്രതിരോധം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇപ്പോൾ റിച്ചാർഡ് ഡോക്കിൻസ് പിന്നെ ലോകത്തിലെ പ്രസിദ്ധനായിട്ടുള്ള ഒരു എത്തീസ്റ്റാണ്, ഒരു മെറ്റീരിയലിസ്റ്റാണ്, വളരെ ശാസ്ത്രീയമായ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ആളാണ്. അയാളുടെ പുസ്തകം പൊതുവെ റേഷണലിസ്റ്റുകൾ ലോകമെമ്പാടും തന്നെ അവലംബിക്കുന്ന എഴുത്തുകളാണ്. വലിയ ഗഹനമായിട്ടുള്ള ചിന്തകൾ അവതരിപ്പിക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ ഒരു ചെറിയ കുറിപ്പിടുകയാണ്. എന്താണെന്ന് വെച്ചാൽ, ഈ ചിരപുരാതനമായ ചർച്ചിൽ നിന്ന് മണിയടി കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദം ആണോ അഗ്രസീവായിട്ടുള്ള ബാങ്ക് വിളി കേൾക്കുമ്പോൾ, അഗ്രസീവ് എന്നാണ് ഇംഗ്ലീഷിൽ എന്ന് പറഞ്ഞാൽ ആക്രാമകമായിട്ടുള്ള, അല്ലേ, ആക്രാമകമായിട്ടുള്ള അഗ്രസീവായിട്ടുള്ള ബാങ്ക് വിളി കേൾക്കുമ്പോൾ, അള്ളാഹു അക്ബർ കേൾക്കുമ്പോൾ ഉണ്ടാവുക എന്നൊരു ചോദ്യം റിച്ചാർഡ് ഡോക്കിൻസ്. അത് വലിയ വിവാദമായി. നമ്മൾ വലിയ വിവാദമായിട്ട് യൂറോപ്പിലാകെ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമായി ആ സന്ദർഭത്തിൽ മാറിയത് കാണാൻ കഴിയും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിന് അയാൾ ചോദ്യമായിട്ടാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ ഇത് അങ്ങനെയാണോ, ഒരു ചോദ്യ രീതിയിലാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതിൽ പ്രകടമാണ്. കാരണം അഗ്രസീവായിട്ടുള്ള അല്ലാഹു അക്ബർ എന്ന് എഴുതിയതുകൂടി, വെൻ ഐ ഹിയർ ദ അഗ്രസീവ്, ആക്ച്വൽ വേർഡ്സ് ഉപയോഗിക്കാൻ കുറേ മുമ്പ് വായിച്ചാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും.
പിന്നെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതോ ഒന്നിലാണ്. പക്ഷെ പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസും പലതും ആ സമയത്ത് വന്നിരുന്നു. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത്, അപ്പോൾ കേൾക്കുന്ന ആളുടെ ഒരു മൈൻഡ് സെറ്റ്, ഇദ്ദേഹം യുക്തിവാദിയൊക്കെയാണ്, പക്ഷേ യുക്തിവാദിയും ഭൗതികവാദിയൊക്കെ ആണെങ്കിലും ഇദ്ദേഹം അത് പിന്നീട് പലരും അതുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയിട്ടുണ്ട്. ഇയാൾ വളർത്തപ്പെട്ട അന്തരീക്ഷം എന്ന് പറയുന്നത് ചർച്ചിൻ്റെയും മണിയടിയുടെയും അതിൻ്റെയൊക്കെ ഒരു അന്തരീക്ഷമായതുകൊണ്ട് അതിൻ്റെ താളാത്മകത എന്ന് പറയുന്നത് അത് ഉണ്ടാക്കുന്ന അതിൻ്റെ ഒരു റെസണൻസ് അദ്ദേഹത്തിൽ പ്രവർത്തിക്കുന്നത് പ്രത്യേക രീതിയിലാണ്. മറിച്ച് അദ്ദേഹം ആന്തരവൽക്കരിച്ചിട്ടുള്ള ഒരു വിരോധപരമായിട്ടുള്ള അല്ലെങ്കിൽ ശത്രുതാപരമായിട്ടുള്ള എൻമിക്കലായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നിലനിൽക്കുന്ന ഒരു ശബ്ദം, അത് കേൾക്കുന്നത് പോലും അദ്ദേഹത്തിന് അരോചകമായി അല്ലെങ്കിൽ ഭയപ്പെടുന്ന, ഭയം എന്നുള്ള വാക്കാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്, ഭയപ്പെടുത്തുന്നതാണ്. ഈ അഗ്രസീവായിട്ടുള്ള ഇത് കേൾക്കുമ്പോൾ ഭയം ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ കാണുന്നത്, നമ്മൾ വായിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പല ഘടകങ്ങളുമായി കൂടിച്ചേർന്നാണ് സംവദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ബഹുസംസ്കാര ലോകം തന്നെ ഞാൻ പറയും. കാരണം ഈ ലോകം തന്നെ പല രീതിയിലും നമ്മൾ ഇനിയത്തെ ഒരു കാലത്ത് ബഹുസംസ്കാര കേന്ദ്രിതമായി മാത്രമേ നിലനിൽക്കാൻ കഴിയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ആ രീതിയിലാണ് ഈ നമ്മുടെ അധ്വാന പ്രക്രിയയുടെ, ഉപകരണങ്ങളുടെ വികാസത്തിൻ്റെ, തൊഴിലിൻ്റെ വിന്യാസത്തിൻ്റെ ഒക്കെ ഘടന നോക്കിക്കഴിഞ്ഞാൽ ഒരു തരത്തിലും നമുക്ക് ഒരു ഒറ്റ സംസ്കാരം എന്ന രീതിയിൽ ഒരു പ്രദേശമോ ഒരു രാജ്യമോ ഒരു ദേശമോ ട്രംപ് വിചാരിച്ചാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭരണകൂടങ്ങൾ വിചാരിച്ചാലോ ഒന്നും സാധ്യമല്ലാത്ത രീതിയിൽ ലോകം മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് പല രീതിയിൽ ഈ പല ആളുകൾക്ക്, പല സമൂഹങ്ങൾക്ക്, പല സമുദായങ്ങൾക്ക്, പല വിശ്വാസങ്ങൾക്ക്, പല ധാരണകൾക്ക് ഒക്കെ കൂടിക്കുഴഞ്ഞ് ജീവിക്കുന്ന ഒരു ലോകത്ത് പ്രതിരോധത്തിൻ്റെ സാഹിത്യം എന്ന് പറയുമ്പോൾ അതിന് രണ്ട് വശം സ്വാഭാവികമായിട്ടുണ്ടാവും. ഈ രണ്ട് വശം എന്നുള്ളത് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ ഒരാൾ എൻ്റെ ബോധ്യത്തിൽ, ഒരുപക്ഷെ ഷമീം അത് സമ്മതിക്കണമെന്നില്ല, കാരണം എനിക്ക് തോന്നുന്നത്, ഞാൻ വായിച്ചിട്ടില്ല, പാശ്ചാത്യമായ മൊത്തം സംഗതികളെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന രീതിയിലുള്ളൊരു ഗവൺമെൻറ് പുസ്തകം അദ്ദേഹത്തിൻ്റെ വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ വായിച്ചെടുത്തോളം ബോധ്യപ്പെടുത്തോളം ഈ ഒരു കാര്യത്തിൽ ഫ്രെഡറിക് ജെയിംസൺ എന്ന് പറയുന്ന ഇപ്പോൾ അടുത്ത കാലത്ത് മരിച്ചു പോയിട്ടുള്ള 93 വയസ്സിലോ മറ്റോ, ഇപ്പോൾ ഒരു 3-4 മാസം മുമ്പ് മരിച്ചു പോയിട്ടുള്ള ചിന്തകനാണ്. ഈ 1980-കളിൽ തന്നെ ഈ സംഗീതത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത്, നമ്മൾ സംഗീതത്തിൽ ഏത് സംഗീതത്തിനും അതിനെ പ്രതിരോധമായിട്ട് ഉപയോഗിക്കാം, അതേസമയത്ത് അത് താരാട്ട് പാട്ടായിട്ടും നമുക്ക് ഉപയോഗിക്കാമെന്ന രീതിയിൽ അദ്ദേഹം പോപ്പിൻ്റെയും ജാസിൻ്റെയും ഒക്കെ ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഒരു ഹോമിയോപ്പതിക് മെത്തേഡ് എന്നാണ് അന്ന് അദ്ദേഹം ഉപയോഗിക്കുന്നത്. കാരണം ഹോമിയോപ്പതിയിൽ നമ്മൾ രോഗം വരുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ചികിത്സയായിട്ട് ഉപയോഗിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഫൈറ്റോലാക്ക എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ആ പുല്ല് നിന്ന് പട്ടിക്ക് മൂക്കിൽ നിന്ന് രക്തം വരുന്നത് കണ്ടുകൊണ്ടാണ് ഇത് ഉപയോഗിച്ചിട്ട് ആ കാലത്ത് ബോറിക്കോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതോ പ്രശസ്തനായിട്ടുള്ള ഹോമിയോ ഡോക്ടർ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ്, ഞാൻ ആ സംഭവം തന്നെ വിട്ടിട്ട് കുറേ കാലമായി, അപ്പം വായിക്കുന്നൊരു കാലത്ത് വായിച്ചൊരു ഓർമ്മയാണ് അത്. പിന്നീട് മൂക്കുന്നൊക്കെ രക്തം വരുന്ന രീതിയിലുള്ള മൈഗ്രെയിനൊക്കെ മരുന്നായി. ഇപ്പം മരുന്ന് കടയിൽ ഇപ്പം കിട്ടുന്ന ഒരു മരുന്നാണ്. അപ്പോൾ അത് ഈ അത്തരത്തിലുള്ള ഈ ഹോമിയോപ്പതിയുടെ ഉദാഹരണങ്ങളിലൂടെ ഫ്രെഡറിക് ജെയിംസൺ പറയുന്നുണ്ട്. കാരണം നമുക്ക് ജാസായാലും പോപ്പായാലും ഏത് മ്യൂസിക്കായാലും അത് അടർന്നവരുള്ളൊരു മറുപടി കൂടിയാണ്. കാരണം ഈ സൗന്ദര്യശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള വലിയ തീവ്രമായ ചിന്തകൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ചിന്തകനാണല്ലോ അടർണോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ അധമ സംഗീതം എന്നും ഉത്തമ സംഗീതം അല്ലേ, ഉത്തമരെല്ലാവരും കല്ലെറിഞ്ഞു എന്നാണ് വേടപ്പാടുന്നത്. ഉത്തമരെല്ലാവരും കല്ലെറിഞ്ഞു എന്ന് പറയുമ്പോൾ അത് വാസ്തവത്തിൽ മലയാള സാഹിത്യ ചരിത്രത്തിലെ, വ്യാകരണ ചരിത്രത്തിലെ, സംസ്കാര ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരികൽപ്പനയെ മുൾമുനയിൽ നിർത്തുന്ന വരിയാണ്. ആ ഒറ്റ വരി മതി വാസ്തവത്തിൽ. ഇപ്പോൾ ശാന്ത കടമ്മനിട്ട് എഴുതിയിട്ടുണ്ട്, ഒരുപാട് പ്രതിരോധ കവിതകൾ തന്നെ നമുക്കുണ്ടായിട്ടുണ്ടല്ലോ. പക്ഷെ അതിനൊന്നും ഇല്ലാത്തൊരു ശക്തി എന്തുകൊണ്ട് വേടൻ ഉണ്ടാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരാരും തന്നെ ഈ തരത്തിലേക്ക് കേരളത്തിലെ കീഴാള
സമൂഹത്തിൻ്റെ പ്രതിരോധത്തെ ആ അർത്ഥത്തിൽ ആവിഷ്കരിക്കുന്നതിൽ വിജയിച്ചിട്ടില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അവരൊക്കെ ഒരുപാട് പുരോഗമന സാഹിത്യം എഴുതിയിട്ടുണ്ട്, അതിനൊക്കെ ഒരുപാട് വായനക്കാരുണ്ടായിട്ടുണ്ട്, അതിൽ നിന്നൊക്കെ ഒരുപാട് നല്ല അന്വേഷണങ്ങളും അപഗ്രഥനങ്ങളും ഒക്കെ സ്വാഭാവികമായി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ചോദ്യം, കാരണം ഉത്തമ സംസ്കാരം അധമ സംസ്കാരം, ഉത്തമ ഭാഷ അധമ ഭാഷ, ഇത് ലീലാതിലകം ഉൾപ്പെടെയുള്ള നമ്മൾ ടെക്സ്റ്റ് ബുക്കായിട്ട് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ പഠിക്കുന്ന പുസ്തകങ്ങളിലൊക്കെ ഇപ്പോൾ അടുത്ത കാലത്ത് ഡോക്ടർ എ വാസു എഴുതുന്നത് പോലെ ഇതിനെതിരായി സ്വന്തം അവനവൻ തന്നെ മോശമാണെന്ന് ക്ലാസ്സിലിരുന്ന് പഠിച്ച ആളുകളാണ് ഒരുപാട് ഈ കേരളത്തിലെ കീഴാളരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവർ പുതിയൊരു തിരിച്ചറിവിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഉത്തമരെല്ലാവരും കല്ലെറിഞ്ഞു എന്നാണ്. ആ കല്ല് പെറുക്കിയാണ് പാത വെട്ടുന്നത്. ഈ അവരുടെ ഓരോ കല്ലും ഓരോ ഏറും അതിനെ എന്താക്കി മാറ്റുന്നത്? അതിനെ പ്രതിരോധത്തിൻ്റെ വഴിയാക്കി മാറ്റിയാണ്. അപ്പോൾ ഈ വഴി ആക്കി മാറ്റുന്നു എന്നുള്ളത് ഉത്തമരെ ഉത്തമരല്ല അതാക്കി, നിങ്ങളാരും തമ്പുരാനല്ല. അതും ചെറിയൊരു സംഭവമല്ല. പലരും പറയുന്നത് ഇയാൾ മയിലെന്ന് പറഞ്ഞുകൊണ്ടാണ് വലിയ പ്രശ്നമായെന്നാണ്. ഒരിക്കലും അങ്ങനെയല്ല. അതൊക്കെ ഒരുപാട് ആൾ പറഞ്ഞിട്ടുണ്ട്. മലയാടി മോനെ എന്നൊക്കെ ശിവിക്കാന്തറിൻ്റെ കവിതയിലൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ഇതുപോലത്തെ ഒരുപാട് പ്രയോഗങ്ങൾ കേരളത്തിൽ മുമ്പ് എഴുതിയിട്ടുണ്ട്, OV വിജയൻ ഉൾപ്പെടെ. പക്ഷേ ഈ വാക്കൊന്നല്ല പ്രശ്നം. നിങ്ങൾ തമ്പുരാനല്ല എന്ന് പറയുമ്പോൾ ഇപ്പോഴും അസ്വസ്ഥ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ സംഗീതത്തിന് നിയതമായ ഒരു ഭാഷയും നിയതമായ ഒരു രാഗതാള സങ്കല്പം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ജഡീഭൂതമായിട്ടുള്ള ഒരു ലോക വ്യവസ്ഥ വിഭാവനം ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് അത് മാറരുത് എന്ന് വിചാരിക്കുകയാണ്. സംഗീതത്തിൽ മ്യൂസിക് വന്നാൽ തന്നെ അതിൻ്റെ മ്യൂസിക് ഉപകരണാത്മകമായ മ്യൂസിക് വരുമ്പോൾ തന്നെ കുഴപ്പമുണ്ടാവുമെന്ന് വിശ്വസിച്ച ആളുകൾ ഒട്ടനവധി ഉണ്ട്. അതിൻ്റെ ചരിത്രത്തിലേക്കും ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ നമുക്കറിയാം, ഉപകരണങ്ങൾ വരുന്നതോടുകൂടി, ഉപകരണങ്ങൾ ഇപ്പോൾ സ്ത്രീകൾ രാവിലെ സ്കൂട്ടർ അങ്ങ് എടുത്ത് പോകാമെന്ന് പറയുന്ന പോലെ തന്നെയാണ് എല്ലാ കാര്യവും. അത് അവർക്ക് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം പോലെ തന്നെയാണ് സംഗീതത്തിൽ ഹാർമോണി ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ വരുന്നു എന്നുള്ളത്. അതിൻ്റെ പഴയ ഒരു ആധിപത്യത്തെ അത് വാൾട്ടർ ബെഞ്ചമിനാണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. ലോകത്ത് തന്നെ ഞാൻ കണ്ടെടുത്തിലോളം ഈ ഉപകരണവുമായി ബന്ധപ്പെട്ട വികാസത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് കലയുടെ മണ്ഡലത്തിലുള്ള വികാസത്തെക്കുറിച്ച് ഏറ്റവും ഗംഭീരമായിട്ടും ഏറ്റവും ആദ്യവും പറഞ്ഞിരുന്നത് വാൾട്ടർ ബെഞ്ചമിനാണ്. ഇപ്പം വാൾട്ടർ ബെഞ്ചമിൻ ആ പറഞ്ഞ കാര്യം ഇന്നും പ്രസക്തമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇനി വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നമുക്ക് ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാമെന്ന് മാത്രം. കാരണം അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്കൊരു സാധനം സുതാര്യമായി വെക്കാൻ കഴിയാത്ത രീതിയിൽ ഉപകരണങ്ങളുടെ വികാസം കലയെ മാറ്റുന്നതാണ്. അപ്പം രണ്ട് കാര്യമാണ് അതിൽ സംഭവിക്കുന്നത്. ഒന്ന്, കല ഏതെങ്കിലും ജമ്മിയുടെയോ രാജാവിൻ്റെയോ അകത്തളങ്ങളിൽ ഒതുങ്ങുന്നത് മാറി അത് പുറത്തേക്ക് ഇറങ്ങും. രണ്ടാമത്തത്, ഈ കലയ്ക്ക് ചുറ്റുമുള്ള, സംഗീതത്തിന് ചുറ്റുമുള്ള, സാഹിത്യത്തിന് ചുറ്റുമുള്ള ഈ ഓറ എന്നുള്ളത്, ആ പ്രഭാവലയം തന്നെ ഇല്ലാതാകും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് സംഭവിക്കുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും അത് ജനകീയമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ യൂതനായി ജനിച്ചുപോയി എന്ന ഒറ്റ കുറ്റത്തിന് ഗസ്റ്റപ്പോ പിടിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ബാഗിലുണ്ടായിരുന്ന ഗുളികൾ വിഴുങ്ങി ആത്മഹത്യ ചെയ്ത ആളാണ് വാൾട്ടർ ബെഞ്ചമിൻ. നമ്മൾ മനസ്സിലാക്കണം, ഈ വംശീയ രാഷ്ട്രീയം എന്നുള്ളത് ഇനി ഇരയായ ആളുകൾ തന്നെയാണ് ഇന്ന് ഗസയിൽ സമുദായം നോക്കി മാത്രം ആളുകളെ കൊല്ലുന്നത്. അതിന് ഇരയായ ആളുകളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള മറ്റൊരു ഭീകര പ്രസ്ഥാനം അതേ കാര്യം ചെയ്യാണ്. അത് പോൾ ഓഫ് ഫ്രയറൊക്കെ പറയുന്ന പോലെ മർദ്ദിതൻ തന്നെ മർദ്ദകനാകുന്ന ഒരു വിരോധാവസ്ഥ നമുക്ക് ലോകത്തിൽ എപ്പോഴും കാണാൻ പറ്റും. അതുമായിട്ട് ബന്ധപ്പെട്ട വലിയ സംവാദങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഈ ആൻറ്റിസെമിറ്റിസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ജൂത വിരോധം മാത്രമായിരുന്നില്ല. യൂറോപ്പിലുണ്ടായ ആൻറ്റിസെമിറ്റിസം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള അപരവൽക്കരണമായിരുന്നു. അതിൽ ഈ പ്രൈമോലവിയുടെ ആത്മകഥയിൽ തന്നെ അദ്ദേഹം പറയുന്ന കാര്യം, അവിടുത്തെ തടവറയിൽ ജൂതരെയാണ് പിടിച്ചു കൊണ്ടുപോകുന്നതെങ്കിലും അതിൽ ഏറ്റവും അധിഷ്ഠിതരായ ആളുകൾ ആ കാലത്ത് തന്നെ മുസൽമാൻ എന്ന് വിശേഷിപ്പിച്ചതിനെക്കുറിച്ച് പ്രൈമോലിവി പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് പിന്നീട് അകമ്പൻ പ്രബന്ധങ്ങൾ രചിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ സൂചിപ്പിക്കുന്നത്, അപ്പോൾ അത് യൂറോപ്പ് കേന്ദ്രിതമായിട്ടുള്ള ഇത്തരത്തിലുള്ള സംഗതികൾ സംഗീതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പോലെ തന്നെ എല്ലാ ദേശങ്ങളിലും സംഗീതത്തിലായാലും ശരി, കലയിലായാലും ശരി, സാഹിത്യത്തിലായാലും ശരി, വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു പാരമ്പര്യവും
അതിനെ ഉല്ലംഘിക്കുന്ന, അതിനെ മറികടക്കുന്ന, അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു കൗണ്ടറായിട്ടുള്ള ഒരു പൊതി സംസ്കാരം അല്ലെങ്കിൽ പൊതി സംഗീതാത്മകവും ബോധവും തീർച്ചയായും ഉയർന്നു വരിക തന്നെ ചെയ്യും. അങ്ങനെ ആണല്ലോ നമ്മുടെ പടപ്പാട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പടപ്പാട്ടം നേരത്തെ ഉണ്ടായ ഒരു രീതിയല്ല. അറബി മലയാളം തന്നെ നേരത്തെ ഇല്ലല്ലോ ഇവിടെ. അറബി മലയാളം തന്നെ പിന്നീട് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഭാഷയാണ്. എല്ലാ ഭാഷയും അങ്ങനെ തന്നെയാണ്. എല്ലാ ഭാഷയും ജനങ്ങളിൽ നിന്ന് അവരുടെ അധ്വാനത്തിൻ്റെയും ആലോചനയുടെയും അന്വേഷണത്തിൻ്റെയും ഒക്കെ ഭാഗമായി വികസിച്ച് വരുന്നതാണ്. ശാസ്ത്രീയമായി നമ്മൾ ഓരോ ഭാഷയെക്കുറിച്ച് പഠിച്ചാലും അതിന് ആ രീതിയിൽ തന്നെ അതിൻ്റെ പരിണാമങ്ങളും വികാസങ്ങളും ഒക്കെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ അറബി മലയാളം എന്നുള്ളത് വാസ്തവത്തിൽ താരതമ്യേന കേരളത്തിലെ പുതിയ ഭാഷയായിരുന്നു. ആ ഭാഷയിൽ പടപ്പാട്ടുണ്ടായി എന്നുള്ളത് പ്രത്യേകമായിട്ട് അന്നത്തെ ജമ്മിത്തവുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ ബ്രിട്ടീഷ് അധിനിവേശവുമായി ബന്ധപ്പെട്ടിട്ടും ഒക്കെ ഉള്ള സാഹചര്യത്തിലാണ് പടപ്പാട്ടുകളെക്കുറിച്ചൊക്കെ ഒരുപാട് പഠനങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ വ്യാകരണത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകം നേരത്തെ VM കുട്ടി രചിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. തീർച്ചയായും അഭിപ്രായം ഉള്ളതുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്. അതേസമയത്ത് ഇതൊക്കെ തന്നെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, നമ്മൾ സംഗീതത്തിൽ ഈ പാരമ്പര്യം പഠിക്കേണ്ടത് ഇങ്ങോങ്ങി വാത്യോങ് എന്ന് പറയുന്ന അടുത്ത കാലത്ത് മരിച്ചുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള ആഫ്രിക്കൻ എഴുത്തുകാരൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം തടവറയിൽ നിന്ന് വിമോചിക്കപ്പെട്ട ശേഷം നേരെ പോകുന്ന യൂണിവേഴ്സിറ്റിയിലേക്കാണ്. അപ്പോൾ കാരണം യൂണിവേഴ്സിറ്റിയിലെയും സ്കൂളിലെയും കോളേജിലെയും കുട്ടികളാണല്ലോ നാളത്തെ ഭാവിയുടെ സാഹിത്യവും കലയും സംസ്കാരവും ഒക്കെ രചിക്കേണ്ട ആളുകൾ. അതുകൊണ്ട് തന്നെയായിരിക്കണം അദ്ദേഹം അവരോട് ചെയ്തിട്ടുള്ളൊരു പ്രഭാഷണം പോസ്റ്റ് കൊളോണിയൽ പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ തീർച്ചയായും മർദ്ദകരുടെ ഭാഷയും മർദ്ദകരുടെ സംസ്കാരവും അവരുണ്ടാക്കിയ ചരിത്രവും പഠിക്കണം. പക്ഷെ അത് പഠിച്ചിട്ട് നിങ്ങൾ എന്ത് വേണം, നിങ്ങൾ ഒരൊറ്റ വെള്ളത്തിൽ മുങ്ങുന്ന പോലെ മുങ്ങി അടിയിലേക്ക് പോകണം. എവിടത്തേക്ക്? ഇവിടുത്തെ മറ്റ് സംസ്കാരങ്ങളെക്കുറിച്ച് നമ്മുടെ സംസ്കാരം, നമ്മൾ എന്താണോ ഉൽപ്പാദിപ്പിച്ചത്, നമ്മൾ എന്താണോ ഉണ്ടാക്കിയത്, നമ്മുടെ പൂർവികരെന്താണ് അവശേഷിപ്പിച്ച്. ഇപ്പം വേടൻ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ, എനിക്ക് എവിടെ നിന്നും കിട്ടിയല്ല, എൻ്റെ കുലത്തിൽ നിന്ന്, എൻ്റെ സമൂഹത്തിൽ നിന്ന്, എൻ്റെ ചാളയിൽ നിന്ന്, അതുപോലെ ഞാൻ താമസിച്ചിട്ടുള്ള ആളുകൾ ഉപേക്ഷിച്ച ഇടത്തിൽ നിന്ന് ഒക്കെ കിട്ടിയതാണ് എന്നുള്ളത് ഈ വേടൻ്റെ ദീർഘമായൊരു അഭിമുഖം ഈ ലക്കം പച്ചക്കുതിരകളുടെ. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് വേടനെ ആവർത്തിച്ച് പറയുന്നതും വേടൻ എന്നുള്ളത് ഈ കേരളത്തിലെ പുതിയ ചരിത്ര സന്ദർഭത്തിൽ, ഇന്ത്യയിലെ തന്നെ പുതിയ ചരിത്ര സന്ദർഭത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഒരു കാവ്യപ്രതിഭയാണ്. അപ്പം വേടൻ്റെ സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വളരെ ഈ പുച്ഛിച്ചും ചെറുതാക്കിയും തള്ളിക്കളയാം എന്ന് വിചാരിച്ച ആളുകളൊക്കെ നിരാശപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വികസിച്ച് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ രീതിയിലുള്ള ഒരു ഉയർച്ച വാസ്തവത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഉണ്ടായതുകൊണ്ടാണ്. കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഒരു വലിയ ഓഡിയൻസ് രൂപപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും തന്നെ വേടൻ ഈ രീതിയിൽ, കാരണം വേടനെ സംവദിക്കാൻ കഴിയുന്ന പരസ്പരം ആശയവിനിമയം ആരുടെ തലപ്പാവ് എന്ന് ചോദിക്കുമ്പം അയ്യങ്കാളിയുടേത് എന്ന് വിളിച്ചു പറയാൻ പാകത്തിൽ എത്തി നിൽക്കുന്ന ഒരു ഓഡിയൻസ്, ഒരു പ്രേക്ഷക സമൂഹം, പ്രേക്ഷകരുമാണ് ഒരേ സമയം ശ്രോതാക്കളുമാണ്. അത് ഈ നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഒക്കെ കാലത്ത് വളരെ തീവ്രമായ ദാരിദ്ര്യവും വംശീയതയും ഒക്കെ അതിൻ്റെ ഒരു പാരമ്യത്തിലെത്തിയ സമയത്താണല്ലോ ഭക്തൊക്കെ വരുന്നത്. ഭക്തൊക്കെ പ്രാക്ടീസ് ചെയ്തതിൻ്റെ ഒരു തുടർച്ച വാസ്തവത്തിൽ ഭക്തിനെ പഠിച്ചിട്ടൊന്നും ഉണ്ടാവണമെന്നില്ല, പഠിക്കേണ്ട ആവശ്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ചില ചരിത്ര സന്ദർഭങ്ങൾ ചിലത് ഉൽപ്പാദിപ്പിക്കും. അങ്ങനെ ഉൽപ്പാദിപ്പിച്ച ഒരു പ്രതിഭയാണ് വേടൻ. അതുകൊണ്ടാണ് അന്ന് ഭക്തൻ ചെയ്തതുപോലെ സ്റ്റേജും അതുപോലെ തന്നെ ഓഡിയൻസും ഒരേ സമയം അതിൻ്റെ താളാത്മകതയും അതിൻ്റെ ശരീരവും അതിൻ്റെ പ്രകടനപരതയും അതിൻ്റെ ഈ പ്രകാശ സമ്പൂർണമായിട്ടുള്ളൊരു പ്രത്യേക പരിസരം ഉണ്ടാക്കൽ, ഇതൊക്കെ കൂടിച്ചേർന്നാണ്. അതൊക്കെ ഇതിൻ്റെ ഒരു ആവശ്യമാണ്. തന്നെയാണ് ഫ്രെഡറിക് ജെയിംസൺ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. പോപ്പിനെയും ജാസിനെയും ഒക്കെ മുൻനിർത്തിയാണെങ്കിലും ആ രീതിയിലേക്ക് അതിനെ പരിവർത്തിപ്പിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഈ മാസ് ഓഡിയൻസ് ഉണ്ടാവുന്നത്. അപ്പം മാസ് ഓഡിയൻസ് ഉണ്ടാവുന്നത് ഒക്കെ കുറ്റമാണ് എന്ന് വിശ്വസിച്ചൊരു കാലം ഉണ്ടായിരുന്നു. കാരണം അവർ മാസിന് തന്നെ എതിരായിരുന്നു. കാരണം ഇതൊക്കെ ഒരു വരേണ്യ വർഗത്തിൻ്റെ, വരേണ്യ വിഭാഗത്തിൻ്റെ സ്വകാര്യമായ അഹങ്കാരവും ആസ്വാദനവും ജീവിത രീതിയുമായിരുന്നു എന്നുള്ളത് വിശ്വസിച്ചിരുന്ന
അത് നിലനിർത്തിയിരുന്ന ഒരു കാലത്താണ് ആ രീതിയിലുള്ള താളരാഗബദ്ധമായിട്ടുള്ള സംഗീതങ്ങൾ ഉണ്ടാക്കാവുന്നു. കാരണം അന്ന് അച്ചാറിടുന്ന പോലെയാണ്, ഒരുപാട് സമയം എടുത്താണ് ഈ പഴയ കൊട്ടാരങ്ങളിലൊക്കെ തന്നെ നാലുകെട്ടുകളിലൊക്കെ അച്ചാറുകളൊക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെയാണ് അന്നത്തെ സംഗീതമായാലും ശരി, കലയായാലും ശരി ഒക്കെ. നമ്മൾ ആലോചിച്ചു കഥകളിയൊക്കെ നമ്മൾ കൃത്യമായി പഠിച്ചു. എല്ലാം പഠിച്ചാലും എത്ര സമയം ഒരാൾക്ക് അത് കണ്ടിരിക്കാൻ പറ്റും? അത് കണ്ടിരിക്കുന്നത്, ഞാൻ ഇതിൻ്റെ ഓഡിയൻസിൽ പോയി മുമ്പ് കാലത്തൊക്കെ 50 കൊല്ലം മുമ്പുള്ള വിവരമാണ് പറയുന്നത്, ഇരുന്ന് ഞാൻ ആളുകളെ ശ്രദ്ധിക്കും. നമ്മളിപ്പോൾ ഒരു സിനിമക്ക് പോയാലും ഞാനൊക്കെ ചെയ്യുന്നത് സിനിമ മാത്രം കാണുന്നതല്ല, ഓഡിയൻസും ഇതെങ്ങനെയാണ് കാണുന്നത് എന്ന് ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ അത് കാരണം അത് പ്രധാനമാണ്. കാരണം ഞങ്ങൾ നാട്ടിൽ ഈ ഫിലിം സൊസൈറ്റിയൊക്കെ നടത്തിയ കാലത്ത് പിന്നെ ആളുകൾ വരുന്നില്ല. അതൊരു പ്രശ്നമാണല്ലോ. പിന്നെ എന്തിനാണ് ഇത് നടത്തുന്നത് എന്ന് തോന്നി നമ്മൾ നിർത്തി കളിയാക്കുന്നത്. 5-6 കൊല്ലമൊക്കെ നടത്തി. കാരണം അവരെ കുറ്റം പറഞ്ഞിട്ടില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇതിലുള്ള ഭാഷ തന്നെ പ്രശ്നമാണ്. ഇന്നാണെങ്കിൽ പ്രശ്നമില്ല. ഇന്ന് നമുക്ക് കൃത്യമായി ട്രാൻസ്ലേറ്റ് ചെയ്ത്, അന്ന് കാണിക്കുന്ന സിനിമ എന്ന് പറയുന്നത് ലോകപ്രസിദ്ധമായിട്ടുള്ള ആ കാലത്തുള്ള വലിയ സിനിമകളാണ്. കുറസോവയുടെയും ഫാബ്രിയുടെയും അതുപോലെ തന്നെ ഐസൻസ്റ്റൈൻ്റെയും അങ്ങനെ ഒട്ടനവധി ലോകപ്രസിദ്ധരായ. പക്ഷേങ്കിൽ ഇത് കാണാൻ രീതിയിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളെങ്ങനെ പരിശീലിപ്പിക്കപ്പെടുന്നത്, നമ്മളെങ്ങനെ ആണ് ട്രെയിൻഡ് ആവുന്നത് എന്നുള്ളത് കലയെ സംബന്ധിച്ചിടത്തോളം സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, നമ്മളുടെ ചിന്തയെ സംബന്ധിച്ച് തന്നെ പ്രധാനമാണ്. കാരണം നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ തിരഞ്ഞെടുപ്പ് പോലെ തന്നെയാണ് നമ്മളൊരു സംഗീതത്തിൻ്റെ തിരഞ്ഞെടുപ്പും നമ്മളൊരു പാട്ടിൻ്റെ തിരഞ്ഞെടുപ്പും. അത് പാടുന്ന ആൾ, പാടുന്ന രീതി, പാടുന്ന ഭാഷ, അത് കേൾക്കുന്ന ആളുകൾ, എവിടെ നിൽക്കണം എവിടെ നിൽക്കരുത്, ഇതൊക്കെ കൂടിച്ചേർന്നാണല്ലോ ഈ ആസ്വാദനം എന്ന് പറഞ്ഞത്. അപ്പം പ്രതിരോധ കലയെ സംബന്ധിച്ചിടത്തോളം ആ പ്രതിരോധത്തിൽ ഇപ്പം നമുക്ക് വെറുതെ ഇരുന്ന് എന്തും കേട്ട് ആസ്വദിക്കാൻ പറ്റും ഇല്ലേ? നമ്മൾക്ക് ഉറങ്ങാനൊക്കെ പാട്ടൊക്കെ കേൾക്കുന്ന ആളുകൾ തന്നെയാണ്. യു പി ജയരാജൻ്റെ ഒരു കഥ ഉണ്ട്. അത് ഈ കാട്ടിലൂടെ ഇങ്ങനെ പോകുന്ന പഴയ യു പി ജയരാജൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ആ ഒരു അനുഭവത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ എഴുതിയ കുറേ കഥകളുണ്ട്. അതിലൊരു കഥ, അത് ഈ വനഗീതികൾ കേട്ടുറങ്ങുന്നവരോട് ഉള്ള താക്കീതുകൾ എന്നോ മറ്റാണ് അതിൻ്റെ ടൈറ്റിൽ. കൃത്യമായിട്ട് ശീർഷകം ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ ഏതാണ്ട് അത് തന്നെയാണെന്ന് തോന്നുന്നത്. ഈ വനഗീതികൾ കേൾക്കുന്ന. അപ്പം ഇയാൾ കാട്ടിലൂടെ ഇങ്ങനെ പോവാണ് 3 പേര്. അപ്പോൾ 2 പേര് ശരിയായ വിപ്ലവകാരികളാണ്. അപ്പോൾ വിപ്ലവകാരികളായ ആളുകൾ ഇവരിങ്ങനെ നടന്ന് അങ്ങനെ പോയി എടിയപ്പോൾ അതെല്ലാം അതിനൊക്കെ കുറച്ച് യാഥാർത്ഥ്യമായിട്ട് ബന്ധമുണ്ട്. ഒരു സന്ദർഭത്തിൽ കേരളത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളാണത്. അപ്പോൾ ഇവരിങ്ങനെ പോയി. അപ്പോൾ ഇയാളിങ്ങനെ കാട്ടിൻ്റെ ഈ സംഗീതത്തിൽ ലയിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു അത്യപൂർവമായിട്ട് അല്ലെങ്കിൽ സാധാരണ ശ്രദ്ധിക്കാത്ത ഒരു പക്ഷിയുടെ ഒരു പാട്ടിങ്ങനെ കേൾക്കുന്നു. അപ്പോൾ ഇയാൾ കുറച്ച് മുമ്പോട്ട് നടക്കുമ്പോൾ പിന്നെയും ആ പക്ഷി ഇയാളെ പിന്തുടരുന്ന പോലെ അടുത്ത ചില്ലയിൽ നിന്ന് കേൾക്കും. പിന്നെയും നടക്കുമ്പോൾ ആ ചില്ലയിൽ നിന്ന് ഇങ്ങനെ കേൾക്കും. അപ്പോൾ ഇയാൾ സ്വാഭാവികമായിട്ട് അതിനെയാണ് അയാൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ കാട്ടിലെ ഈ മരങ്ങൾക്ക് മാത്രമല്ല വേറിട്ട സംഗീതമുള്ളത്, പക്ഷികൾക്കും വേറിട്ട സംഗീതമുണ്ട്. അത് വേറിട്ടൊരു അനുഭവമാണ്. ആ അനുഭവം നമുക്ക് സ്വാഭാവികമായിട്ടും വളരെ തണുപ്പ് നൽകുന്ന, കുളിര് നൽകുന്ന, വളരെ സാന്ത്വനം നൽകുന്ന അനുഭവമായിരിക്കും. പക്ഷെ അതേസമയം അദ്ദേഹം അതിൽ നൽകുന്ന ഒരു താക്കീതുണ്ട്. അതിൽ ലയിച്ചു പോകുന്ന ആളുകൾ മറുവശത്ത് എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, കേൾക്കുന്ന വെടിയൊച്ചകൾ എവിടെ നിന്നാണ്, അതിലാരാണ് ഇരകളാവുന്നത്, മുമ്പിൽ നടന്നുപോയ 2 വ്യക്തികൾ എവിടെ എത്തി, എന്തു ചെയ്തു, അവർക്ക് എന്ത് സംഭവിച്ചു, ഇതൊന്നും അറിയില്ല. അപ്പോൾ സ്വാഭാവികമായി കലയുടെ ഒരു പ്രശ്നവും തന്നെയാണ്. വലിയ എസ്തറ്റിക്സ് എന്നുള്ള പുസ്തകത്തിൽ നേച്ചറിൻ്റെ സൗന്ദര്യവുമായി ബന്ധപ്പെട്ട വലിയൊരു ഭാഗം തന്നെ അടർണം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എഴുതാം. നമുക്ക് കൊണ്ടിരിക്കുന്ന കുറിപ്പിനൊരു വിളി എന്ന് പറയുന്നത് പോലെ നമുക്ക് അതൊക്കെ എഴുതുകയും അന്വേഷിക്കുകയും പറയുകയും ഒക്കെ ചെയ്യാം തീർച്ചയായും. പക്ഷേ അതൊക്കെ തന്നെ തീർച്ചയായും നമ്മുടെ പ്രതിരോധ ചിന്തയുടെ കൂടി ഭാഗമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മുടെ പ്രതിരോധ പരമായിട്ടുള്ള അന്വേഷണങ്ങളുടെയും അതുപോലെ തന്നെ ആവിഷ്കാരങ്ങളുടെയും ഭാഗമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായും അത് നിരർത്ഥകമായി പോകും എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഇന്ത്യയിലായാലും ഇന്നത്തെ കേരളത്തിലായാലും ഇന്നത്തെ ലോകത്തായാലും ശരി, തീർച്ചയായും നമ്മൾ കലയിൽ തീർച്ചയായും അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്, കലയിൽ എന്ന് ഞാൻ ബോധപൂർവം പറയുന്നതാണ്. കാരണം
അടുത്ത കാലത്ത് വായിച്ചിട്ടുള്ള ഒരു നോവൽ ദ കോയ എന്നുള്ളൊരു നോവൽ വായിച്ചിട്ടില്ല, വായിക്കേണ്ട ഒരു നോവലാണ്. ഗഫൂർ മരിച്ചുപോയി. അദ്ദേഹം മരിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്നല്ല, അയാൾ ക്യാൻസർ രോഗിയായിരുന്നു. പക്ഷെ എന്നാലും വിചാരിക്കാത്ത ഞാൻ അങ്ങനെ ആ സമയം മരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷെ മരിച്ചു എന്ന് കേട്ടപ്പോൾ ഞാൻ ബുക്ക് സ്റ്റാളിൽ പോയി ബുക്ക് വാങ്ങി വായിച്ചപ്പോൾ അത് ഒരു പ്രത്യേക രീതിയിൽ എഴുതിയ നോവലാണ്. ഈ കോഴിക്കോട്ടെ കുറ്റിച്ചിറ ഭാഗത്തുനിന്ന് ഒരു കോയ പോർച്ചുഗീസിലേക്ക് പോകുന്നു, ലിപ്സൺ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നു. അദ്ദേഹം സാധാരണക്കാരനാണ്. അതുമായി ബന്ധപ്പെട്ടൊരു കഥയാണ്. അത് ഞാൻ സൂചിപ്പിക്കുന്നത് യാദൃശ്യമായി അത് പറയാൻ വന്നതിൻ്റെ ഒരു കാരണം, പല സംഭവങ്ങളുടെയും മിശ്രണം നമുക്കതിൽ കാണാൻ പറ്റും. കാരണം ലോകത്ത് ലിപ്സൺ യൂണിവേഴ്സിറ്റി പോകുമ്പം പുറത്ത് പോയപ്പോൾ അവിടെ ആളുകൾ പ്രതിരോധം നടത്തുന്നത്, സംഗീതം നടത്തുന്നത്, പല രീതിയിലുള്ള പരിപാടികൾ അതിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. ഇങ്ങനെ ഒരുപാട് കൂടിക്കുഴലുകളുടെ ഒരു കാലമാണ് അത്. വളരെ ഗംഭീരമായിട്ട് മാത്രമല്ല, കേരളത്തിലെ ഈ സാഹിത്യ ചരിത്രത്തിലെ ഒരു തിരുത്ത് പോലും ആണ് കോയ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ പ്രത്യേകിച്ച് ഇത്രമാത്രം ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു ലോക അവസ്ഥയിൽ സാഹിത്യത്തിലും സംഗീതത്തിലൊക്കെ ഇത്രമാത്രം സംഗതികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഈ നോവലിൻ്റെ ഈ തന്തു മുഴുവൻ നീങ്ങുന്നത് ഒരു ബദൽ അന്വേഷണത്തിലാണ്. അത് ഗഫൂറിനെ പോലെ ഉള്ള ഒരാളിന് എങ്ങനെ ഉണ്ടായി എന്ന് എനിക്ക് കൂടുതൽ അത്ഭുതം ഉണ്ടായി. കാരണം തികച്ചും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മതരഹിതമായി ജീവിച്ച ഒരാളാണ് ഗഫൂർ. പക്ഷെ ഈ നോവൽ വായിച്ചാൽ നമുക്ക് തോന്നുക ഇയാൾ എന്തോ പക്കാ ഭക്തനോ സുന്നിയോ ഒക്കെ ആയിട്ടുള്ള ഒരാളാണ് എന്ന് പോലും തോന്നിപ്പോയിച്ചു. അപ്പം പക്ഷെങ്കിൽ അതിൻ്റെ ഒരു സാംസ്കാരിക ദൗത്യം അദ്ദേഹത്തിന് മരിക്കുന്നതിന് മുമ്പ് തിരിച്ചറിയാനും നിർവഹിക്കാനും കഴിഞ്ഞു എന്നാണ് ഇന്നത്തെ വർത്തമാന ഇന്ത്യയല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാഹിത്യത്തിലായാലും കലയിലായാലും സംഗീതത്തിലായാലും ഒക്കെ നിലനിൽക്കുന്ന ഒരു പ്രമാണബദ്ധമായ അന്വേഷണങ്ങളിൽ മാത്രം ഒഴുകുന്നതിന് പകരം എങ്ങനെയാണ് ഓരോ കാലത്തും ഓരോ ദേശത്തും പുതിയ പുതിയ പ്രതിരോധങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ആ പുതിയ ഇപ്പോൾ റാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലെന്ത് മ്യൂസിക് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ആർക്കങ്ങനെ വിശ്വസിക്കാം. പക്ഷെ അതൊരു മ്യൂസിക്കാണ് എന്ന് മാത്രമല്ല, ആ മ്യൂസിക് ലോകത്ത് ആഫ്രിക്കയിലായാലും ശരി, ഇന്ത്യയിൽ തന്നെ ചില ഭാഗങ്ങളിലായാലും ശരി, ഇത് മറ്റ് ഇപ്പം ഫലസ്തീനിലോ കാശ്മീരിലോ എല്ലാം അതുപോലെ പല എവിടെയൊക്കെ മനുഷ്യർ വലിയ കൂട്ടമായി പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ റാപ്പിന് വലിയ റോള് കാണുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഈ മൊത്തത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന റാപ്പിനെ നോക്കിക്കഴിഞ്ഞാൽ, കാരണം വളരെ വലിയ ഒരു വിഭാഗം ആളുകളുടെ ഒരു പങ്കാളിത്തം തീർച്ചയായും പ്രതിരോധത്തിൽ ആവശ്യമാവുന്ന സന്ദർഭത്തിൽ സംഗീതം അതിൻ്റെ സ്വകാര്യതയിൽ നിന്ന് അതിൻ്റെ ഈ ബാഹ്യമായിട്ടുള്ള വലിയ പ്രകടനപരതയിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ പോകേണ്ടി വരുമ്പോൾ തീർച്ചയായും അത് അതിൻ്റെ പുതിയ ആവിഷ്കാര രീതികൾ, പുതിയ രാഗവും താളവും ലയവും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് തീർച്ചയായും നമ്മുടെ അന്വേഷണങ്ങളൊക്കെ തന്നെ ബഹുസ്വരമായി തീരാനും അതിനാവശ്യമായിട്ടുള്ള മിക്സിങ്ങുകളെക്കുറിച്ചുള്ള അതിനാവശ്യമായിട്ടുള്ള ചേരുവകളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ കൂടി നിങ്ങളുടെ ചർച്ചയുടെ സംവാദത്തിൻ്റെ ഭാഗമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ ഒരുപാട് വികസിപ്പിച്ച് പറയാനുള്ള ഒരുപാട് മാറ്റർ സ്വാഭാവികമായിട്ടുണ്ടാവും. അതിപ്പം പ്രത്യേകിച്ച് പ്രതിരോധവുമായി ബന്ധപ്പെട്ടുള്ള മേഖലയിൽ സംസാരിക്കാൻ ഊന്നൽ കൊടുക്കുകയാണെങ്കിൽ ഒട്ടനവധി സംഭവങ്ങളും പശ്ചാത്തലവും ഒക്കെ വിവരിക്കാനുണ്ടാവും. പക്ഷെ ഞാനത് ആ രീതിയിൽ പോകുന്നില്ല. അതേസമയത്ത് ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരൊറ്റ കാര്യം, പ്രതിരോധ സംഗീതം എന്നുള്ളത് നമ്മൾ നേരത്തെ ശീലിച്ചത് പാലിക്കലല്ല. ഈ ശീലിച്ചത് പാലിക്കുക എന്നുള്ളത് ഇട്ടിച്ചാക്കരപ്പൻ്റെ ഈ വീട്ടിയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള നാടകത്തിൽ പറയുന്ന ഒരു പ്രയോഗമാണ്. കാരണം ശീലിച്ചത് തന്നെ പാലിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ശീലം കലയിൽ മാത്രം ഒതുങ്ങില്ല, സംഗീതത്തിൽ മാത്രം ഒതുങ്ങില്ല, നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും അത് തീർച്ചയായും നമ്മളെ വലയം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ ശീലങ്ങളെ ഉല്ലംഘിച്ചുകൊണ്ടുള്ള പുതിയ പ്രതിദാനങ്ങളെക്കുറിച്ച്, പുതിയ ആഖ്യാനങ്ങളെക്കുറിച്ച്, പുതിയ താള ലയങ്ങളെക്കുറിച്ച് ഒക്കെ ചർച്ച ചെയ്യാനുള്ള വേദി കൂടി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചായി പറഞ്ഞുകൊണ്ട് എല്ലാവിധത്തിലുള്ള ആശംസകളും അർപ്പിക്കുകയാണ്.